ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ മപ്പായിട്ട് ഒന്നിനും ഒരു ഉഷാറില്ലാതിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പം രാവിലെ എണീച്ചാലേ പറ്റുള്ളൂ. അപ്പം രാവിലെ 3 മണിക്ക് എണീറ്റിട്ട് ഏട്ടന് ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഏട്ടന് പണിയിൽ പത്തിരിപ്പാലെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലോങ്ങാണ്. അപ്പം നേരത്തെ പോകണം. 5 മണിക്ക് തന്നെ ഇവിടെ നിന്ന് പോകണം കേട്ടോ. അപ്പം 3 മണിക്കൊക്കെ ഞാൻ എണീറ്റത് കേട്ടോ. അപ്പം എന്നാൽ വേഗം ചോറൊക്കെ ഞാൻ എന്തായാലും അടുപ്പത്തിട്ട് ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഗ്യാസിൽ പിന്നെ തോരൻ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ വേഗം തൊലിയൊക്കെ കളയായിരുന്നു. അതിന് മുന്നേ ഞാൻ ഉണക്കമാന്തള മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നാക്കിയിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ടും മുളകും മഞ്ഞളൊക്കെ പുരട്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസിൽ. ഞാനിത് നുറുക്കാൻ നിന്നപ്പോഴത്തേനും നുറുക്കി അവിടെ ചെന്നപ്പോഴത്തേനും ഒരു ഭാഗം ശകലൊന്ന് കരിഞ്ഞു പോയിട്ടോ. കുഴപ്പമില്ല, അത്ര അങ്ങോട്ട് കരിഞ്ഞൊന്നുമില്ല കേട്ടോ. പിന്നെ അത് വേഗം ഇറക്കി വെച്ച് പിന്നെ ഇനി ഉപ്പേരിക്കുള്ളത് നുറുക്കണം കേട്ടോ. പിന്നെ ഇന്ന് സ്പെഷ്യൽ പറയുന്നത്, സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇന്ന് പെട്ടെന്നുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേഗം പെട്ടെന്ന് ആവുന്നത് കേട്ടോ. ഇന്ന് രസം വെക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്നലെ രസം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മല്ലിയില തന്നെയല്ലേ അതിന് പറയുക. ചിലവർ മല്ലിയില എന്നൊക്കെ പറയും, ചിലവർ എന്താ പറയുക വേറെ എന്തോ ഒരു ഇതൊക്കെ പറയും കേട്ടോ. പിന്നെ പുതിന ഇല എന്നൊക്കെ പറയുന്ന ഇലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ആയതുകൊണ്ട് കലർന്ന് പോയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ മല്ലിയില തന്നെ പറയും. അപ്പം നല്ല കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി പിന്നെ എന്താ പറയുക രസക്കൂട്ടിൻ്റെ ഒരു സെറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി അതിൽ ശകലം പുളി ഉണ്ടായിരുന്നു കേട്ടോ. സെറ്റ് മേടിച്ചാലും ഒരു കറിക്ക് വെക്കാനുള്ളത് കേട്ടോ. പക്ഷെ നോക്കുമ്പോൾ അതിൽ ശകലം പുളിയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പം ഞാൻ ശകലം കൂടി പുളിയും കൂടി അതിലിട്ടു കേട്ടോ. ഒരു കുറച്ച് വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉള്ളൊരു പുളി രണ്ടും കൂടി അത്രയാവുന്ന രീതിയിൽ ഞാൻ ഇട്ടു. ഇനിയിപ്പോൾ എന്തായാലും രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടേ ചട്ടി കഴുകിയെടുക്കട്ടെ കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു മപ്പായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം ഉറങ്ങാനും 11 മണി 12 മണിയൊക്കെ ആവും കേട്ടോ. മോൾ ഉറങ്ങാനാണെങ്കിൽ വഴുകും. അവളെ എത്ര നമ്മൾ മെരുക്കി കെടുത്തിയിട്ടും കാര്യമില്ല കേട്ടോ. നേരത്തെ ഉറങ്ങുകയില്ല കേട്ടോ ആള്. അപ്പോൾ നമ്മൾ കിടക്കാനും വഴുകുക, അതേപോലെ നേരത്തെ എണീക്കും കൂടി ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് തീരെ ടയേർഡായിരിക്കും കേട്ടോ. എനിക്ക് തീരെ വയ്യാതാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, കുറേ നേരം ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് കാലിൽ നീര് വരിക, ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കഴുത്തിലെ നീർക്കെട്ടും കാര്യങ്ങളും അതെല്ലാം കൂടി ഒന്ന് ഡോക്ടറെയൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായൊരു ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പല്ല് വേദന, അങ്ങനെ എല്ലാം കൂടി എല്ലാ വേദനയും കൂടി ഒരുമിച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ പറഞ്ഞ ചങ്കരാന്തി തലേ ദിവസം കൂടിയാണ് കേട്ടത്. അതായത് ഒരു ദിവസം നമുക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് എന്തെല്ലാം ജോലികളുണ്ട് എന്നുള്ളത് അറിയാലോ. നമുക്ക് വീട്ടമ്മമാർക്ക് അറിയാം കേട്ടോ. കാരണം എത്ര നമ്മൾ ഒരിക്കലും ഒരു വീട്ടിലെ ജോലി തീരുകയില്ലല്ലോ. അതുപോലെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞാനിതാ ഗ്യാസിൽ ഞാൻ തക്കാളിയൊക്കെ മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ തക്കാളിയൊക്കെ വാട്ടാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. തക്കാളിയും കൂടി വാട്ടിയിട്ട് വേണം പുളിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തോരനും കൂടി വെക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി സമയമൊക്കെ നോക്കൂ കേട്ടോ, എത്രയായി എന്നുള്ളത് കേട്ടോ. ഒരു 4:30 4:45 ആകുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ 2:45 ആകുമ്പോഴത്തേനും എണീക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചോറെടുപ്പത്തിട്ട് വേവാൻ വൈകിയാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എനിക്കാണെങ്കിലോ ഞാനപ്പോൾ എണീച്ച് ചോറെടുപ്പത്തിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ഉറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ കിടന്നാൽ തന്നെ എനിക്ക് ഉറക്കം വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീക്കണമല്ലോ, നമ്മളങ്ങനെ ഉറക്കത്തിൽ പെടുമോ, അങ്ങനെയൊക്കെ ടെൻഷനാട്ടോ. ഒരു ദിവസം അലാറം വെച്ചിട്ട് ഏട്ടൻ നോക്കുമ്പോൾ രാവിലെ വൈകിട്ടോ. ഞാനാണെങ്കിൽ അന്ന് വിളിച്ചൂല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 5 മണിയൊക്കെ ആവാറാകുമ്പോൾ ഏട്ടനെ വിളിക്കണതാട്ടോ. ഞാനൊറ്റ വിളിച്ചൂല. ഏട്ടൻ അവിടെ ആയിരുന്നു കേട്ടോ, അവിടെ ഏട്ടൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചൂല, ഏട്ടൻ അങ്ങനെ ഉറക്കത്തിൽ പെട്ടു. പിന്നെ 5:30 ആയിട്ടും കാണാനേ ഇല്ല. അപ്പോഴത്തേനും എല്ലാവരും വിളിച്ചു കൊണ്ടുവന്നേ. ഫോണ് എന്താണ് അലറാൻ അടിച്ചൂല, നാളെ നല്ല ഉറക്കത്തിൽ പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഏട്ടൻ പെട്ടു. അതേപോലെ ഞാനെങ്ങനെ പെട്ടുപോകുന്നുള്ളൊരു ടെൻഷനും, നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ പെട്ടോ, ചിലപ്പോൾ നമ്മളില്ലേ, ചിലപ്പോൾ ഞാൻ ആ സമയമാകുമ്പോഴത്തേനും ചിലപ്പോൾ പെട്ടെന്ന് അലറാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അലറാൻ അടിക്കുന്നതിന് മുന്നേ ആണ് എണീക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഉറക്കം ശരിയാവില്ല, പെട്ടെന്നാണ് നീട്ടിയാണ് വരും. കാരണം നമ്മൾ അങ്ങനെ അത് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകാൻ എന്താ ചെയ്യുക ഈശ്വരാന്നൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും പുളിയൊക്കെ കൊണ്ടുപോയിച്ചു. ഞാനിനി എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇത് അരിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഉപ്പേരിയും കൂടി വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പണികളൊക്കെ ഒരുങ്ങിട്ടോ. പണികൾ ഒരുങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് കഴിക്കാൻ കൊണ്ടുപോകാനുള്ളത് കേട്ടോ. പിന്നെയൊക്കെ രാവിലെ എണീറ്റിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോഴത്തേന് ഈ ഭക്ഷണം ആയി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണല്ലോ. അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം കേട്ടോ, കമൻ്റായിട്ടും ലൈക്കായിട്ടൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് കേട്ടോ വന്നിട്ടുണ്ട്. സന്തോഷം. വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടും അതേപോലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും അന്വേഷിക്കാറുണ്ട്. സന്തോഷമായി.
ആയിട്ട് എല്ലാവരും നമ്മുടെ പുതിയ മെമ്പേഴ്സൊക്കെ വന്നത് വലിയ സന്തോഷം. അപ്പോൾ ഇനി നമ്മുടെ മെമ്പേഴ്സൊക്കെ നമ്മുടെ ഫാമിലിക്ക് വരുന്നതോടെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മൾ ഓരോരുത്തരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏട്ടന് ചോറൊക്കെ ആക്കി വെച്ചു. അപ്പോഴത്തേന് ഏട്ടൻ വന്നു. ഏട്ടൻ പാലൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളച്ചോറുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് തിളപ്പിച്ച് വെച്ചു. ഏട്ടൻ വന്ന് പോയിട്ടോ. ഏട്ടൻ വന്ന് പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം പ്രയറൊക്കെ ചൊല്ലി ഒരു 6 മണിക്ക് ശേഷം ഞാൻ പിന്നെ ഏട്ടൻ പാല് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അതും കൂടി ഒന്ന് കാച്ചി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അതും കൂടി കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉറക്കത്തിലെങ്ങാനും പെട്ടെന്ന് ചിലപ്പോൾ ഞാനൊക്കെ ചെന്ന് കിടക്കാറുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരിക്കട്ടെ, എനിക്ക് തീരെ വയ്യ, കണ്ണടങ്ങി പോവാണ്, കണ്ണ് ചമർക്കാണ് എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എങ്ങനെ ആയെങ്കിലും എന്ന് പേടിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ പാലൊക്കെ കാച്ചി വെച്ചു കേട്ടോ. അങ്ങനെ പാലൊക്കെ കാച്ചി വെച്ചതിന് ശേഷം എന്നാൽ ശരി കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാട്ടോ വെച്ചത്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു. ഇനി കട്ടൻ കാപ്പിയൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ. ഏട്ടൻ പോയാലും ആശ്വാസത്തിലാണ് കേട്ടോ ഞാനിത് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഇറങ്ങി. പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ആശ്വാസം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 വറം ഒന്ന് അടിച്ച് വൃത്തിയാക്കി. പിന്നെ അടുക്കള സൈഡിൽ വഴിയാണ്, താഴത്തെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അതും എല്ലാം ഞാൻ ആ ഭാഗം ഒന്നും അടിക്കണതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് വീടിൻ്റെ പുറകു വശം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകൾ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആൾക്കാർക്ക് അറിയാം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇടം എന്നുള്ളതൊക്കെ കേട്ടോ. പുതിയ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്രയേ ഭാഗമുള്ളൂ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഫുള്ളും ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ, വീടും നമ്മുടെ പരിസരങ്ങളൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എന്തായാലും ഞാൻ ഫ്രണ്ട് ഭാഗവും വഴിയും എല്ലാം അടിച്ച് വന്നിട്ട് പുറകു വശം ലാസ്റ്റാണ് കേട്ടോ അടിച്ചത്. പിന്നെ ലാസ്റ്റ് നമ്മളിവിടെ വന്ന് അടിച്ചൊക്കെ വാരി ഞാൻ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് കേട്ടോ. അടിച്ച് വാരുന്നത് വരെ ഞാൻ കണ്ടേയില്ല കേട്ടോ. അടിച്ചൊക്കെ വാരൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ പുറകിൽ നിന്ന് ആരോ ചാടുന്ന പോലെയൊക്കെ എനിക്കൊരു ഫീൽ കിട്ടോ. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ചാട്ടം പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പം ഉണ്ട് കണ്ണ് കാണാത്ത കുരടി കേട്ടോ. അപ്പോൾ എനിക്ക് അറിയില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേട്ടോ അതിന് പേര് പറയാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാഞ്ഞൂളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസായിരിക്കും ഞാഞ്ഞൂളെന്നൊക്കെ പറയണത് കേട്ടോ. ഇത് ആ സൈസല്ല തോന്നുന്നത്. ഇനിയിപ്പോൾ ഞാഞ്ഞൂള് വലുതായതാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ മീൻ പിടിക്കാനൊക്കെ നമ്മൾ കൊക്കിയിലൊക്കെ ഇടില്ലേ നമ്മൾ ഈ പാടത്തുനിന്നൊക്കെ നമ്മൾ എടുക്കുമല്ലോ, അങ്ങനത്തെ ആണോ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇതാട്ടോ സംഭവം. അത് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. എന്താണ് ഇത് സംഭവം അതല്ല കണ്ടോ, അതിനൊരു തിളക്കവും കാര്യങ്ങളൊക്കെ കണ്ടോ. കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളറും ഉണ്ട് ഇതിന്. ഞാൻ ആദ്യം ഇങ്ങനെ പോയപ്പോൾ അത് മെല്ലെ മെല്ലെ പോയിട്ടോ. പിന്നെ പോയപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ആളൊറ്റ ചാട്ടം എണീറ്റ് നിൽക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഇങ്ങനെ മയങ്ങി കിടക്കുമ്പോൾ കണ്ടോ, പിന്നെ ഒരു ചാട്ടമായിരുന്നു ഓട്ടോ. അത് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുട്ടിയൊക്കെ വരുമ്പോഴാണ് പേടി. കുട്ടി ഇവിടെ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ വഴിക്കാട്ടെ വരിക. അപ്പോൾ ഇവിടെയുള്ള പുല്ലുകളൊക്കെ ഞങ്ങൾ ഡെയിലി പറ്റുന്ന പോലെയൊക്കെ പറിച്ച് വൃത്തിയാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടം വക്കം ആയതുകൊണ്ട് പെട്ടെന്ന് കള കയറും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 9:15 ആയ സമയത്ത് ഞാൻ വന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് അമ്മ എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനിയിപ്പോൾ എന്തായാലും സംക്രാന്തി തലേ ദിവസമല്ലേ, അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ അടിക്കലും കുറലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ മൊത്തം ഒന്ന് മാറാലൊക്കെ തട്ടി അടിച്ച് വാരി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ തുണികളൊക്കെ ഒന്ന് വാഷ് ഇടാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ തലേദിവസത്തെ കുറച്ച് തുണികളൊക്കെ ഞാൻ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. കാറ്റ് കൊണ്ട് ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നല്ല നനഞ്ഞ തുണികൾ മാത്രം ഒന്ന് വെയിലത്തേക്ക് ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ എണ്ണം ഇവിടെ ഇട്ടു. ഇതൊക്കെ പിന്നെ പറഞ്ഞാൽ വെള്ളം തോർന്നതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് പിന്നെ ഒരു കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് വിചാരിച്ചിട്ട് ഞാൻ ഈ അഴയിൽ തന്നെ ഇട്ടു കേട്ടോ അകത്ത്. പിന്നെ പുതപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം ഉണക്കാനിട്ട് തന്നെ, പക്ഷേ വെയിൽ കമ്മിയായതുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്ക് സൈഡ് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടു. പിന്നെ ഇനി ബാക്കി തുണികളും കൂടി ഒന്ന് അലക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണി ഏകദേശം കേട്ടോ ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനി ക്ലാസ്സിലേക്ക് പോകണം. ക്ലാസ് പോകാനാകുമ്പോഴത്തേനും ഈ പണികളൊക്കെ ഒരുക്കണമല്ലോ. ഞാൻ ആദ്യം ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കേട്ടോ ചായ കുടിച്ച് അങ്ങനെ ഫോണിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോഴത്തേനും എനിക്കിങ്ങനെ കണ്ണിങ്ങനെ ചമർക്കൊക്കെ കണ്ണിങ്ങനെ അടഞ്ഞു പോണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഇരുന്നാൽ ശരിയാവില്ല, ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം വരും. ഉറക്കം വന്നാൽ കിടന്നാൽ പിന്നെ ഇപ്പോഴൊന്നും എണീക്കില്ല. നമുക്ക് പിന്നെ എണീറ്റാൽ നമ്മൾ പറ്റ ടയേർഡായിരിക്കും. പിന്നെ നമുക്ക് ഉറക്കക്ഷീണവും ഒരു ജോലി ചെയ്യാനൊന്നും തോന്നില്ല. ആകെ മടി പിടിച്ച് അങ്ങനെ ആയിപ്പോകും. അത് മടിച്ചിട്ട് ഞാൻ പേടിച്ചിട്ടും പിന്നെ ഒന്നും ഇരുന്നേ ഇല്ല കേട്ടോ. റെസ്റ്റ് എഴുതേയില്ല. പെട്ടെന്ന് ഓരോരോ പണികൾ വേഗം ഒരുക്കിട്ടോ. പിന്നെ അലക്കിയെടുക്കാൻ പറഞ്ഞാൽ വലിയ തുണികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അലക്കിയെടുത്ത് റെഡിയാക്കാം. പക്ഷേ കുഞ്ഞാറ്റയുടെ കുഞ്ഞു ഡ്രസ്സുകളെ
പിന്നെ കുഞ്ഞ് അതേപോലെ ഈ ബനിയനും കാര്യങ്ങളൊക്കെ അലക്കിയെടുക്കാൻ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കഴുകി ഉരച്ച് കഴുകി എടുക്കുമ്പോഴത്തേന് നല്ല സമയം പിടിക്കും കേട്ടോ. ഈ അഴുക്ക് കൂടെയൊക്കെ നടന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ദേഹത്ത് കൂടെ ആക്കിയിട്ടൊക്കെ ആകുമ്പോൾ എപ്പോഴും ചെളി ഉണ്ടാവും. മക്കളല്ലേ, അപ്പോൾ പിന്നെ നമ്മളതിനൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അവരെ ഡ്രസ്സുകൾ അലക്കിയെടുക്കാനായിട്ട് നല്ല പ്രയാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് അമ്മയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും കുട്ടിയുടെ ഡ്രസ്സും പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഷർട്ടുകളും മുണ്ടുകളും അതൊക്കെ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ആ സൈഡിൽ അടുക്കള സൈഡിൽ കൊണ്ടുപോയിട്ടു കേട്ടോ. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നല്ല വെയിൽ കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇനി ഏതായാലും മാറാല തട്ടലും അടിക്കലും കോറലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകൾക്കടയൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചിട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഇനിയിപ്പോൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കുറച്ച് അടിച്ചു വാരി ഞാൻ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ അമ്മേനോട് അടിച്ചു വാരി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ക്ലാസ് പോകണം, അപ്പോഴത്തേന് റെഡി ആവണം, കുളിച്ച് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ഇന്ന് രാവിലെ റവപ്പുമാവട്ടം ഉണ്ടാക്കി. ഞാനാണെങ്കിൽ 2-3 സ്പൂണാണ് കഴിച്ചത് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു 12:30 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര വിശപ്പും ക്ഷീണവും കയ്യും കാലും വിറച്ചിട്ട് പോയി. ഞാൻ കുളിച്ച് ഫ്രഷായിട്ടുള്ളൂ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പറ്റുന്നേ ഇല്ല. കുട്ടിക്ക് ചോറ് വേണം പറഞ്ഞിട്ടോ, അതിന് ഞാൻ കുട്ടിക്ക് ചോറ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി എല്ലാ ഡ്രസ്സൊക്കെ മാറ്റാനെല്ലാം എടുത്തു കേട്ടോ. എനിക്ക് പറ്റുന്നേ ഇല്ല, എനിക്ക് കയ്യും കാലൊക്കെ വിറച്ച് BP ലോയായിട്ട് ഭക്ഷണം നമ്മൾ രാവിലെ ഒരു 2 സ്പൂൺ ഉപ്പുമാവ് കഴിച്ചതല്ലേ. എനിക്കാണെങ്കിൽ ഈ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അധികം കഴിച്ചില്ല. എനിക്കും കിട്ട് ക്ഷീണമായിട്ട് കയ്യും കാലും വിറച്ചിട്ടൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വീണ് പോകുന്നതായി. പിന്നെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഭക്ഷണം കുട്ടിക്ക് കൊടുത്തു. ഞാൻ വേഗം ഭക്ഷണമൊക്കെ വിളമ്പിയിട്ട് ഞാനും അവിടെ കഴിച്ചു കേട്ടോ. എനിക്ക് പറ്റണേ ഇല്ല. ഞാൻ വേഗം ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഞാൻ കിടന്നു കേട്ടോ. കിടന്ന് കുളിച്ച് റെഡിയായി പോവുകയാണ് കേട്ടോ ക്ലാസ്സിന്. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നമുക്ക് മുട്ടോളം ചെളിയും വെള്ളമാണ് കേട്ടോ. പിന്നെ നമുക്ക് റോഡ് പറയുന്നത് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരണം. പിന്നെ കാണുന്ന ഈ റോഡിൽ കൂടെ കുറച്ച് നേരം ഇങ്ങോട്ട് നടന്നാൽ പിന്നെയും കുറച്ച് ചെളിയുണ്ട്. അത് കഴിഞ്ഞാലാണ് മെയിൻ റോഡ് എത്തുക കേട്ടോ. അപ്പോൾ ഞാൻ പകുതി എത്തിയപ്പോഴത്തേനും ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പകുതി എത്തിയപ്പോഴത്തേനും രാജേട്ടൻ എന്നെ കൂട്ടാൻ വന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ രാജേട്ടൻ എന്നെ കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഡായിക്കലെത്തി. ഇനിയിപ്പോൾ തച്ചമ്പാറയാണ് ക്ലാസ് കേട്ടോ. അപ്പോൾ തച്ചമ്പാറയ്ക്ക് കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഏട്ടനെ അവിടെ തന്നെ വണ്ടി നിർത്തുന്നതും അപ്പോൾ ഏട്ടന് എളുപ്പമായല്ലോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് റബ്ബർ ബാൻഡുകളൊക്കെ മേടിച്ചു കിട്ടും. അതൊക്കെ ഫാൻസി കയറിയിട്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വരുമ്പോൾ ഒരു ചായ കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.